ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ ഭയപ്പെടില്ലെന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിഖ് ഗുരു തേഗ് ബഹാദൂർ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ മികച്ച തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,06,00,000 പിന്നിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ആരംഭിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 549 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ ഭയപ്പെടില്ലെന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യക്തമായ കാഴ്ചപ്പാടോടെയും ധൈര്യത്തോടെയുമാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സിഖ് ഗുരു തേഗ് ബഹാദൂറിന്റെ 350ാമത് രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നീതിയുടെയും വിശ്വാസത്തിന്റെയും സംരക്ഷണത്തിനായി ജീവൻ ത്യജിച്ച വ്യക്തിത്വമായിരുന്നു ഗുരു തേഗ് ബഹാദൂർ എന്നും ശ്രീ മോദി അനുസ്മരിച്ചു. ഗുരുവിന്റെ സ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. हम विश्व को बंधुत्व की बात भी बताते हैं और अपनी सीमाओं की रक्षा भी करते हैं. हम शांति चाहते हैं लेकिन अपनी सुरक्षा से कोई समझौता नहीं करते. ऑपरेशन सिंदूर इसका सबसे बड़ा उदाहरण है. पूरे विश्व ने देखा है, नया भारत न डरता है, न रुकता है और न आतंकवाद के खिलाफ झुकता है. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിച്ചു. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ചടങ്ങ് നടന്നത്. ഇന്ത്യൻ സാംസ്കാരികതയുടെ പുനരുജ്ജീവനത്തെയാണ് പതാക പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ മികച്ച തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 29 തൊഴിൽ നിയമങ്ങളാണ് ലളിതമാക്കി ക്രോഡീകരിച്ച് 4 ആക്കിയതെന്നും ന്യൂഡൽഹിയിൽ ദേശീയ വ്യാപാര നേതാക്കളുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. തൊഴിൽ സുരക്ഷ, മിനിമം വേതനം, ഗിഗ് തൊഴിലാളികൾക്കുൾപ്പെടെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. It is a very balanced, well-articulated, well-thought-of compilation of 29 laws in these 4 codes. It ensures good practices, the occupational safety of our workmen, minimum wages at a national level for all workers, social security, including for gig workers. It is truly a game changer. പുതിയ ലേബർ കോഡുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇതിലൂടെ 1.3% കുറയുമെന്നും 77 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 21-നാണ് പുതിയ ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ ഇതുവരെ 50,54,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-ന് SIR രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഫെബ്രുവരി 7-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. SIRന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,06,00,000 പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 38.45%. എന്യൂമറേഷൻ ഫോമുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് ജില്ലകളിൽ ബൂത്ത് തല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. SIR പ്രവർത്തനങ്ങളിൽ BLOമാരുടെ ഭാരം കുറയ്ക്കുന്നതിനായി വോളണ്ടിയർമാരുടെ പിന്തുണ തേടുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെയും വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന ബാലറ്റ് ലേബലുകളുടെയും അച്ചടി വിവിധ സർക്കാർ പ്രസ്സുകളിൽ ആരംഭിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ.
ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേര് തമിഴ്, കന്നഡ ഭാഷകളിൽ കൂടി ചേർക്കും. വിവിധ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി 2,56,934 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 70,000 പോലീസുകാരെയും വിന്യസിക്കും. ഡിസംബർ 9, 11 തീയതികളിലായാണ് വോട്ടെടുപ്പ്. 23,562 വാർഡുകളിലായി 72,005 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. എഥോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. രാജ്യത്തുടനീളം വിമാന സേവനങ്ങൾ സുഗമമായി പുരോഗമിക്കുന്നതായും മുൻകരുതലിന്റെ ഭാഗമായാണ് ഏതാനും ചില സർവീസുകൾ നിർത്തിവച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് യാത്രക്കാർക്ക് വേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. 12,000 വർഷത്തിലധികമായി നിഷ്ക്രിയമായിരുന്ന എഥോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ വ്യാപിച്ച പുകപടലം ഇന്ത്യയിലേക്കും എത്തിയതാണ് വ്യോമഗതാഗതം തടസ്സപ്പെടാൻ കാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വരുമാന വർധന രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു 76ാമത് ബാച്ചിലെ IRS ട്രെയിനി ഓഫീസർമാരുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. നികുതിദായകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം നികുതി പിരിവ് സുഗമമാക്കണമെന്നും ശ്രീമതി മുർമു നിർദ്ദേശിച്ചു. കള്ളക്കടത്ത്, സാമ്പത്തിക തട്ടിപ്പ്, നിയമവിരുദ്ധ വ്യാപാരം എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളുടെയും കാവൽക്കാരാണ് റവന്യൂ സർവീസ് ഓഫീസർമാരെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. രാജ്യം നാളെ ഭരണഘടനാ ദിനം ആഘോഷിക്കും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂഡൽഹി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ഇരുസഭകളിൽ നിന്നുമുള്ള MP-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയിൽ രാഷ്ട്രപതി ഭരണഘടനയുടെ ആമുഖം വായിക്കും. മലയാളം, മറാത്തി, നേപ്പാളി, പഞ്ചാബി, ബോഡോ, കശ്മീരി, തെലുങ്ക്, ഒഡിയ, അസമീസ് എന്നിവയുൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ വിവർത്തനം ചെയ്ത പതിപ്പും സ്മരണിക ലഘുലേഖയും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ സമൂഹത്തെ ഒന്നാകെ ശാക്തീകരിക്കാൻ കഴിയൂവെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സമത്വം എന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മാവാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവയെക്കുറിച്ചുള്ള രാജ്യവ്യാപക ക്യാമ്പയിനായ നയ് ചേതന പഹൽ ബദ്ലാവ് കിയുടെ 4ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വനിതകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നത് രാജ്യപുരോഗതിക്ക് സഹായിക്കുമെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. ഗോവയിൽ നടക്കുന്ന 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക ശ്രദ്ധ നേടി റഷ്യൻ ചിത്രം ട്രാൻസ്പെറന്റ് ലാൻഡ്സ്. ദിമിത്രി ദാവിദോവ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആദ്യ പ്രദർശനമാണ് ഇന്ന് നടന്നത്. അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര നടൻ ധർമ്മേന്ദ്രയ്ക്ക് മേള ഇന്ന് ആദരമർപ്പിച്ചു. ഐതിഹാസിക നടൻ എന്നതിനൊപ്പം സവിശേഷമാർന്ന വ്യക്തിത്വം കൂടിയായിരുന്നു ധർമ്മേന്ദ്ര എന്ന് ചലച്ചിത്ര സംവിധായകൻ രാഹുൽ റവേൽ ചടങ്ങിൽ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 549 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 260 റൺസ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക ഡിക്ലെയർ ചെയ്തു. 288 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡോടെയാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തിയത്. 2ാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 4ാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 27 റൺസ് എന്ന നിലയിലാണ്. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ സഞ്ചാർ സാധി സംരംഭത്തിലൂടെ ഇതുവരെ കണ്ടെത്താനായത് നഷ്ടപ്പെട്ടതും മോഷണം പോയതുമായ 7 ലക്ഷത്തിലേറെ മൊബൈൽ ഫോണുകൾ. കഴിഞ്ഞ മാസം മാത്രം രാജ്യത്തുടനീളം 50,000-ലേറെ ഫോണുകൾ ഇതിലൂടെ വീണ്ടെടുത്തു. എല്ലാവരും സഞ്ചാർ സാധി ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ജനങ്ങളോട് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അഭ്യർത്ഥിച്ചു. നഷ്ടപ്പെട്ട ഫോണുകളുടെ വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ അവയുടെ വിവരങ്ങൾ സഞ്ചാർ സാധിയിലൂടെ പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ ഭയപ്പെടില്ലെന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിഖ് ഗുരു തേഗ് ബഹാദൂർ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ മികച്ച തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,06,00,000 പിന്നിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ബാലറ്റ് പേപ്പറുകളുടെ അച്ചടി ആരംഭിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 549 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.